പരിവാഹൻ തട്ടിപ്പ് കേസിൽ പിടിയിലായ പ്രതികൾക്ക് രാജ്യത്തെ സൈബർ തട്ടിപ്പുകൾക്ക് നേതൃത്വം നൽകുന്ന വൻ സംഘമെന്ന് അവർക്ക് പിന്നിലുണ്ടെന്ന് കണ്ടെത്തൽ. പിടിയിലായ 3 പേരുടെയും അക്കൗണ്ടിൽ എത്തിയത് ലക്ഷങ്ങളാണ്. തട്ടിപ്പിന് ഇരയാകുന്നവരുടെ ഫോണിലെ ആപ്പുകൾ പ്രതികളുടെ ഫോണിൽ ലഭിക്കും. UP, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. വിവരങ്ങളുമായി സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുന്നു. സഹിൻ, ഇപ്പോൾ എന്റെയോ സഹിന്റെയോ പേരിലുള്ള ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ എടുത്തുകൊണ്ട് നമ്മളാണ് RC ഓണർ എങ്കിൽ ഈ പിഴയുണ്ട്, പിഴ അടയ്ക്കണം എന്നെല്ലാം തട്ടിപ്പ് മെസ്സേജുകൾ അയക്കുന്ന ഈ സംഘം ഒരു ഒറ്റപ്പെട്ട സംഘമല്ല, അതൊരു നെറ്റ്വർക്കാണ് അല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബിനിൽ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ വിചാരിച്ച ഒരു പരിവാഹൻ തട്ടിപ്പിൽ ഇതെല്ലാം നിൽക്കുമെന്നുള്ളതായിരുന്നു. പക്ഷെ അത് അങ്ങനെയല്ല. പകരം കേരളത്തിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്ത് നടന്നിട്ടുള്ള സൈബർ തട്ടിപ്പുകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന സംഘങ്ങളിൽ പ്രധാനികളാണ് ഇപ്പോൾ പിടിയായിട്ടുള്ള അതുൽ യാദവും ഒപ്പം തന്നെ മനീഷ് തിവാരിയും. ഈ 2 പേരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം, ഈ തട്ടിപ്പിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിരുന്നത് ഒരു 16 വയസ്സുകാരൻ ആയിരുന്നു. ഈ 16 വയസ്സുകാരൻ തയ്യാറാക്കി കൊടുത്ത ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ രാജ്യത്താകമാനം തട്ടിപ്പ് നടത്തിയിരുന്നത്. അതിൽ ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട്, ആളുകളെ സൈബർ തട്ടിപ്പിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ആളുകളെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചുള്ള തട്ടിപ്പുണ്ട്. അങ്ങനെ നമ്മളുടെ ഫോണിലേക്ക് ഇവരുടെ സന്ദേശം വരികയും പിന്നീട് ഫോണിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഈ സംഘം എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഈ സംഘം തട്ടിയെടുത്തിരിക്കുന്നത്. ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 16 വയസ്സുകാരനെ നോട്ടീസ് കൊടുക്കാൻ സൈബർ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അയാളെ വിളിച്ചു വരുത്തും. അയാൾ UP സ്വദേശിയാണ്. പക്ഷേ പശ്ചിമ ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഈ ആപ്ലിക്കേഷൻ എല്ലാം തയ്യാറാക്കിയിരുന്നത്. അവിടെ നിന്നുള്ള ഒരു IP അഡ്രസ് ആയിരുന്നു നൽകിയിരുന്നത്. ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സംഘം പിടിയിലാകുന്നത്. ബിറ്റ് കോയിൻ ആയിട്ടായിരുന്നു പണം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ 16 വയസ്സുകാരൻ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നുള്ളതാണ് പോലീസിനെ ആശ്ചര്യപ്പെടുത്തുന്നതും ഒപ്പം തന്നെ ആശങ്കപ്പെടുത്തുന്നതുമായിട്ടുള്ളൊരു കാര്യം. എന്തായാലും ഇങ്ങനെ ലഭിച്ച ഒരു പണം അത് ആഡംബര ജീവിതത്തിന് വേണ്ടി പ്രതികൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഈ പ്രതികൾക്ക് നാട്ടിൽ വലിയ വലിയ ട്രക്കുകളുണ്ടായിരുന്നു, വലിയ വീടുകളുണ്ടായിരുന്നു. ഇതെല്ലാം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ആഡംബര ജീവിതത്തിന് വേണ്ടി പ്രതികൾ നടത്തിയ തട്ടിപ്പ് അത് രാജ്യത്തെ തന്നെ നമ്പർ 1 തട്ടിപ്പുകൾ ഒരു സംഘമായി ഇവർ മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ സംഘം അങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ബിരില് ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലാണ്. 16കാരനാണ് ഈ ആപ്ലിക്കേഷൻ എല്ലാം തന്നെ റൺ ചെയ്തിരുന്നതും എന്നുള്ളതും ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.